നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ആ തീരുമാനമെത്തി. വി.ഡി. സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിനു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾക്കും നേതൃത്വ തർക്കങ്ങൾക്കും ഒടുവിലാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളും അവസാനഘട്ട ചർച്ചകളിൽ സജീവമായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖമായി മുന്നിൽ നിന്നതും LDFനെതിരെ ശക്തമായ പ്രചാരണം നയിച്ചതുമാണ് സതീശന് അനുകൂലമായ പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം ആരംഭിച്ചു. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. മുസ്ലിം ലീഗിന് നിർണായക വകുപ്പുകൾ ലഭിക്കുമെന്നാണ് സൂചന. Accordingly, the Congress President has held extensive discussions with the chairperson of the Congress Parliamentary Party, leader of the opposition in the Lok Sabha, the AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much. വനവാസമില്ല, ഇനി പട്ടാഭിഷേകം. അനിശ്ചിതത്വങ്ങൾക്കും അധികാര വടംവലികൾക്കും ഒടുവിൽ V.D. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിൽ UDF 102 സീറ്റുകൾ നേടി ഭരണം തിരികെ പിടിച്ചപ്പോൾ പട നയിച്ചവൻ നാടിനെ നയിക്കട്ടെ എന്ന ജനവികാരം ഉൾക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് വടാശ്ശേരി ദാമോദരൻ സതീശൻ എന്ന V.D. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. 100 സീറ്റിൽ വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുൻ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. 5 വർഷത്തെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് V.D. സതീശൻ എന്ന ജനനായകനെ കേരളത്തിന്റെ ഭരണചക്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF രണ്ടാമതും അധികാരത്തിൽ വന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചത്. പാർട്ടിക്കുള്ളിലെ തലമുറമാറ്റത്തിന്റെ ഭാഗമായ തീരുമാനം. പാർട്ടിയെ നയിക്കുക എന്നതു മാത്രമല്ല, അണികളിൽ അണഞ്ഞുപോയ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്ന കർത്തവ്യവും സതീശനുണ്ടായിരുന്നു. V.D. സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ ഉറക്കമൊഴിഞ്ഞ പ്രവർത്തനവും കേരളത്തിൽ കോൺഗ്രസിന് ജീവൻ പകർന്നു. 100-ലധികം സീറ്റുകൾ UDF നേടുമെന്നും 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവചിച്ച മറ്റൊരു നേതാവും ഉണ്ടായിരുന്നില്ല. 2021-ൽ പിണറായി വിജയന്റെ ഭരണ തുടർച്ചയ്ക്ക് പിന്നാലെ പ്രതിസന്ധിയിലായ UDFനെ കരുത്തോടെ നയിച്ച നേതാവിന്റെ ഗ്രൗണ്ട് മനസ്സിലാക്കിയുള്ള പ്രവചനമായിരുന്നു അത്. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടാശ്ശേരി ദാമോദരമേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31-നാണ് സതീശന്റെ ജനനം. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡറും പിന്നീട് തേവര SH കോളേജിൽ യൂണിയൻ ഭാരവാഹിയുമായി പൊതുരംഗത്ത് സജീവമായി. MG സർവകലാശാല യൂണിയൻ ചെയർമാനായും NSS ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിയമബിരുദധാരിയായ സതീശൻ കുറേക്കാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചു. തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയായിരുന്നു. 5 വർഷം KPCC ഉപാധ്യക്ഷ പദവി വഹിച്ചു. മികച്ച MLAയ്ക്കുള്ള 25-ലേറെ അവാർഡുകൾ ലഭിച്ചു. 1996-ലാണ് ആദ്യമായി പറവൂരിൽ നിന്നും ജനവിധി തേടുന്നത്. അന്ന് CPIയിലെ P. രാജുവിനോട് 1116 വോട്ടുകൾക്കാണ് തോറ്റതെങ്കിലും
5 വർഷത്തിനിപ്പുറം പി രാജുവിനെ തന്നെ തറപറ്റിച്ച് സതീശൻ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 7434 വോട്ടുകൾക്കാണ് ജയം. CPIയുടെ കോട്ടയായി കണക്കാക്കപ്പെട്ട മണ്ഡലം പിന്നീട് സതീശനിൽ നിന്നും തിരിച്ചുപിടിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നത് ചരിത്രം. 2011-ൽ CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനും 2016-ൽ ശാരദാ മോഹനും സതീശനെ നേരിട്ടെങ്കിലും പരാജയമായിരുന്നു ഫലം. ഓരോ തവണയും സതീശൻ ഭൂരിപക്ഷമുയർത്തി. 2021-ൽ MT നിക്സനെയും ഇക്കുറി ടൈസൺ മാസ്റ്ററെയും വീഴ്ത്തി. സതീശൻ പറവൂർ തന്റെ സ്വന്തം കോട്ടയാണെന്ന് തെളിയിച്ചു. ലക്ഷ്മിപ്രിയയാണ് ഭാര്യ. ഉണ്ണിമായ മകളാണ്. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ ഓങ്ങല്ലൂർ മാടിന് സമീപം നിയന്ത്രണം വിട്ട ലോറി പിറകോട്ടിറങ്ങി കാറിലിടിച്ച അപകടം. ആളപായമില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് ചരക്കുമായി പോവുകയായിരുന്ന ലോറിയാണ് ഓങ്ങല്ലൂർ മാടിന് സമീപം കയറ്റത്തിൽ പെട്ടെന്ന് നിൽക്കുകയും പിറകോട്ട് പോരുകയും ചെയ്തത്. ഈ സമയം പിറകിൽ വന്നിരുന്ന കാറിലിടിച്ചും ലോറി പിറകോട്ട് നീങ്ങുകയായിരുന്നു. കാറിൽ 4 പേരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും കാര്യമായ പരിക്ക് പറ്റിയില്ല. കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. തുടർന്ന് ലോറി റോഡരികിലേക്ക് ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഡിജിറ്റൽ സർവേയിലെ അപാകതം മൂലം ഭൂനികുതി ഒടുക്കാനാകാതെ ദുരിതത്തിലാണ് പട്ടിത്തറയിലെ ജനങ്ങൾ. പട്ടാമ്പി താലൂക്കിലെ പട്ടിത്തറ വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്ഥലം കൂടുതലുള്ളതും സബ് ഡിവിഷൻ 1-ൽ കൂടുതലുള്ളതുമായ ഭൂവുടമകൾക്ക് 2026-27 ഭൂനികുതി ഒടുക്കാൻ കഴിയുന്നില്ലെന്ന് കോട്ടപ്പാടം പാടശേഖര സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പരാതിപ്പെട്ടു. ഡിജിറ്റൽ സർവേയിലെ അപാകതയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. നികുതി അടയ്ക്കണമെങ്കിൽ സബ് ഡിവിഷൻ ചെയ്യണമെന്നും അതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തുക ഫീസ് നൽകി വീണ്ടും സർവേക്കായി അപേക്ഷിക്കണമെന്നുമാണ് റവന്യൂ അധികാരികൾ പറയുന്നത്. ഇത്തരത്തിലാണ് നടപടികൾ നീങ്ങുന്നതെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇക്കൊല്ലത്തെ ഭൂനികുതി അടയ്ക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ കർഷകരും നാട്ടുകാരും ആശങ്കയിലാണ്. ഡിജിറ്റൽ സർവേക്ക് വന്ന സർവേയർമാർക്ക് മുന്നിൽ ഭൂവുടമകൾ നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന നികുതി ചീട്ട് കാണിച്ച് അവരവരുടെ അതിർത്തികൾ നിർണയിച്ചു കൊടുത്തതാണ്. എന്നാൽ ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ നിലവിൽ സബ് ഡിവിഷനായി അടച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത സർവേ നമ്പറുള്ള നഞ്ച, പറമ്പ് മുതലായ ഭൂമി എല്ലാം കൂടി ഒരു സർവേ നമ്പറിൽ ഒറ്റ ഭൂമിയായി കാണിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പരാതിയും ഇതാണ്. മാസങ്ങൾക്ക് മുമ്പ് പുതിയതായി രജിസ്റ്റർ ചെയ്ത് നികുതി അടച്ച് പോക്കുവരവ് പോലും ചെയ്ത ഭൂമിയാകട്ടെ ഇപ്പോൾ പഴയ വ്യക്തിയുടെ പേരിലാണ് കിടക്കുന്നത്. ചുരുക്കത്തിൽ ഉടമകൾ ഭൂരഹിതരായി മാറുന്ന ദുസ്ഥിതിയുമുണ്ട്. നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ പുതിയ നികുതി ഒടുക്കാൻ ചെന്നപ്പോൾ രേഖയിൽ ഭൂമിയില്ലെന്നും പരാതിയുണ്ട്. ഇതിനു പുറമെ ഉടമയുടെ ഭൂവിസ്തൃതിയിൽ വലിയ തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും കാണുന്നുണ്ട്. പരാതികൾ പരിഹരിക്കാൻ അക്ഷയയിൽ പോയി രേഖകളെല്ലാം അപ്ലോഡ് ചെയ്ത് റീസർവേക്ക് അപേക്ഷിക്കാനാണ് റവന്യൂ അധികാരികൾ പറയുന്നത്. ഇതിനായി നല്ലൊരു തുക ഫീസായി കെട്ടുകയും വീണ്ടും മുൻപ് ചെയ്ത അതേ നടപടികൾ തന്നെ ആവർത്തിക്കുകയും വേണം. 1 മാസം മുമ്പ് അക്ഷയയിൽ സബ് ഡിവിഷന് വേണ്ടി അപേക്ഷ കൊടുത്തവർക്ക് ഇതുവരെയും അധികാരികളിൽ നിന്നും ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്നും പറയുന്നു. കാലതാമസം ഒരുപാട് നേരിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന ഭൂവുടമകളുടെ ചോദ്യത്തിന് ഡിജിറ്റൽ സർവേ ചെയ്തവർ പരിചയമില്ലാത്ത കുട്ടികൾ ആയിരുന്നുവെന്നും ഇവർക്ക് പെട്ടെന്ന് സർവേ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്നിച്ച് ചെയ്തതെന്നുമാണ് മറുപടി. റവന്യൂ അധികൃതർ ചെയ്ത തെറ്റിന് പാവപ്പെട്ട സാധാരണ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് പരാതിക്കാർ ആരോപിച്ചു. വിവിധ വായ്പകളടക്കം സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവിധ സേവനങ്ങൾക്കും പുതിയ നികുതി രശീതി ആവശ്യമാണ്. ഇനി മുതൽ കാർഷികാനുകൂല്യങ്ങൾക്ക് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. മെയ് 30-നകം എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്യണം എന്ന് കാണിച്ച് കൃഷിഭവനിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പുതിയ നികുതി അടയ്ക്കാതെ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും കർഷകരെ വലയ്ക്കുന്നുണ്ട്. സ്ഥലം വിൽക്കാനും വാങ്ങാനും നികുതി രശീത് വേണം. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങളാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്. സംഭവത്തിൽ ഉടനടി പരിഹാരം കാണുക എന്നതും അസാധ്യമാണെന്നിരിക്കെ മുൻവർഷത്തെ നികുതി രശീത് പ്രകാരം 2026-27 വർഷത്തെ നികുതി അടച്ചു തന്ന് ജനങ്ങളെ സഹായിക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ MM രാമകൃഷ്ണൻ, KP സഗീർ, വാർഡ് മെമ്പർ CV ബഷീർ, KP നാസർ, P അബ്ദുൾ ജലീൽ, KP മുഹമ്മദ് അലി എന്നിവർ ആവശ്യപ്പെട്ടു. പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കായി ഒരുക്കിയ കുടിവെള്ള സൗകര്യത്തിന് സമീപം മാലിന്യ കൂമ്പാരം. ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് കുടിവെള്ളമെടുക്കാൻ സൗകര്യമൊരുക്കിയ സ്ഥലത്തിന് തൊട്ടുതാഴെയാണ് ഉപയോഗശൂന്യമായ മരുന്നുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂട്ടിയിട്ടിരിക്കുന്നത്. വേനൽ ചൂട് കടുത്ത പാലക്കാട് ജില്ലയിൽ ദാഹമകറ്റാനെത്തുന്ന രോഗികൾക്ക് ഈ മാലിന്യ കൂമ്പാരം വലിയ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്.
ആശുപത്രിയിലെത്തിയ രോഗികൾ തന്നെയാണ് ഈ ദുരവസ്ഥയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. മരുന്നുകളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ശാസ്ത്രീയമായി സംസ്കരിക്കാതെ കുടിവെള്ളത്തിന് സമീപം സൂക്ഷിക്കുന്നത് പകർച്ചവ്യാധികൾക്ക് കാരണമാകും. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് സൗകര്യമൊരുക്കേണ്ടതിന് പകരം ശുചിത്വമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നത് അധികൃതരുടെ വീഴ്ചയാണെന്ന പരാതിയാണ് ഉയരുന്നത്. കടുത്ത ചൂടനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കുടിവെള്ള കേന്ദ്രത്തിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും കുടിവെള്ള കേന്ദ്രം ശുദ്ധീകരിക്കണമെന്നും നാട്ടുകാരും രോഗികളും ആവശ്യപ്പെട്ടു. വല്ലപ്പുഴ പഞ്ചായത്തിൽ മഴക്കാല രോഗപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡുകൾ കേന്ദ്രീകരിച്ചും ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല രോഗപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ഒന്നാം ഘട്ടമായി വാണിയംകുളം വല്ലപ്പുഴ റോഡിലെയും പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡിലെയും അഴുക്കുചാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിലും ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് നിർവഹിച്ചു. നമ്മുടെ 19 വാർഡുകളിലും ഇതിനോടനുബന്ധിച്ചിട്ട് വാർഡ് കമ്മിറ്റി കൂടി അത് വാർഡുകളിലൊക്കെ നടക്കും. ഇന്ന് പഞ്ചായത്ത് തലത്തിൽ തുടക്കം കുറിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ശുചീകരണ പ്രവർത്തനം. ഇത് നമുക്കൊരു ജീവിത ശൈലിയാക്കി മാറ്റേണ്ടതാണ്. മഴയുടെ മുന്നേ ആയി നമ്മുടെ പരിസരവും വീട് മുതൽ റോഡ്, തോട്, അത് നമ്മുടെ പൊതുസ്ഥാപനങ്ങളിലെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇന്ന് അവസാനിക്കില്ല. ഇന്ന് തുടക്കമായതുകൊണ്ട് അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. നമ്മുടെ വല്ലപ്പുഴ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന PWD റോഡുകളിലെ ചാലുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, മഴയുടെ മുന്നേ ചെയ്തിട്ടില്ലെങ്കിൽ ഒട്ടേറെ പകർച്ചവ്യാധികളൊക്കെ പകരും. അതിനൊക്കെ മുന്നോടിയായി നമ്മൾ ആദ്യം അസുഖം വരാതെ നോക്കുകയല്ലേ നമ്മൾ വേണ്ടത്. നമ്മുടെ പ്രദേശത്തെ പൊതുജനങ്ങളുടെ ശുചിത്വവും അതുപോലെ അവരുടെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷ സി ഫെവിന അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പ്രേമലത, ടി സഹദുള്ള, ഷീല ബാലൻ, ഹസ്ന ജമാൽ, NK മൊയ്തീൻകുട്ടി, സൽമ കലാം, K അഷറഫ് അലി, പി ഷാജിമോൻ, NK നൂർജഹാൻ, KV അബ്ദുൽ നാസർ, സി ഷംസുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി A നൌഫൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സെയ്ദ് കോടനാട്, MT അബ്ദുൽ സലാം, AM ജമാൽ, K സദക്കത്തുള്ള, നസീർ ആലിക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ്, വ്യാപാരി പ്രതിനിധികളായ മുജീബ് ആലിക്കൽ, K മുസ്തഫ, MGN ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, NSS വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവൻ മെയ് 18 തിങ്കളാഴ്ച 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ചാലിശ്ശേരി യൂണിറ്റിന്റെ ചിരകാല സ്വപ്നമായിരുന്നു വ്യാപാര ഭവൻ. ഓരോ അംഗങ്ങളുടെയും കഠിന പ്രയത്നമാണ് സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നയിച്ചത്. മെയ് 18 4 മണിക്ക് യൂണിറ്റ് പ്രസിഡന്റ് അഹമ്മദ് ഉണ്ണിയുടെ അധ്യക്ഷതയിൽ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിക്കും. ത്രിതല പഞ്ചായത്ത് സാരഥികളും പൗരപ്രമുഖരും വ്യാപാരി കുടുംബങ്ങളും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് യൂണിറ്റ് ഭാരവാഹികളായ അഹമ്മദ് ഉണ്ണി, PI ഷബീർ, മുസ്തഫ, ഫൈഹ, CV മണികണ്ഠൻ എന്നിവർ പറഞ്ഞു. കൂറ്റനാട് പെരിങ്ങോട് ഈവനിംഗ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ചു. മാരാത്ത് എന്റർപ്രൈസസ് ആൻഡ് ക്രഷേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും പ്രൈസ് മണിക്കും വിദ്യാലോകം ഫാമിലി റെസ്റ്റോറന്റ് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും പ്രൈസ് മണിക്കും വേണ്ടിയുള്ള 35ാമത് VA പീതാംബരൻ P ബാലകൃഷ്ണൻ മെമ്മോറിയൽ 11s ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ മുഴുവൻ സമയ കളിയിൽ ഇരു ടീമും ഓരോ ഗോൾ വീതം നേടുകയും തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയും സഡൻ ഡെത്തിലൂടെയും CFA ചെറുതുരുത്തിയെ തോൽപ്പിച്ചു. എസ്പ പാലക്കാട് വിജയ് കിരീടം ചൂടി. സമാപന യോഗം ബ്ലോക്ക് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ നിഷ വാര്യർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുനിൽ കുമാർ, ബ്ലോക്ക് മെമ്പർമാരായ ബാവമാളിയേക്കൽ, നീതു, രജിഷ, പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തുടങ്ങി വിവിധ രംഗങ്ങളിലുള്ളവർ ആശംസകൾ അറിയിച്ചു. എസ്പ പാലക്കാട് ടീമിലെ ഗോൾ കീപ്പർ ജിത്തു കളിയിലെ താരമായി തെരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങളിൽ പ്രതിഷേധിച്ച് CITU-വിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ മനുഷ്യച്ചങ്ങലകൾ തീർത്തു. പട്ടാമ്പി മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും മനുഷ്യച്ചങ്ങല തീർത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നോഡയിൽ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു CITU-ന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. പട്ടാമ്പി മേഖലയിലെ വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും CITU
കോർഡിനേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല തീർത്തു. പട്ടാമ്പിയിൽ നടന്ന മനുഷ്യചങ്ങല CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊപ്പത്ത് നടന്ന മനുഷ്യചങ്ങല CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് മിനിമം കൂലി നടപ്പിലാക്കണമെന്നാണ്. ഫാക്ടറികളിൽ അപൂർവം ചില സ്ഥിരം തൊഴിലാളികൾ വെച്ച് മഹാഭൂരിപക്ഷവും കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ അവർക്കൊരു മാസം കിട്ടുന്ന ശമ്പളം പരമാവധി 13,000 രൂപയാണ്. 11,000 രൂപയിൽ നിന്ന് 13,000 രൂപ വരെ ശമ്പളം കിട്ടുന്ന ജോലി 12 മണിക്കൂറും 13 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. ഇവിടെ പ്രതിജ്ഞയിലും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ച പോലെ ഭക്ഷണം കഴിക്കാൻ പോലും, ശുചിമുറിയിൽ പോകാൻ പോലും സമയം അനുഭവിക്കാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതിഷേധം എന്നുള്ള നിലയിലാണ് നോയിഡയിൽ നിന്ന് ആരംഭിച്ചു. പിന്നീട് ഉത്തരാഖണ്ഡിൽ, ഹരിയാനയിൽ, ഹിമാചൽ പ്രദേശിൽ, രാജസ്ഥാനിൽ, ഡൽഹിയിൽ, അങ്ങനെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ തൊഴിലാളികൾ ഉയർത്തിവിട്ട പ്രക്ഷോഭം ഇന്ന് ആളിപ്പടരുകയാണ്. ആ പ്രക്ഷോഭത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനമാണ് ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. ആ തൊഴിലാളികൾ ഉയർത്തുന്ന ഡിമാൻഡിനെ കുറിച്ച്, ആവശ്യത്തെക്കുറിച്ച് പരിശോധിക്കാനോ അവർക്കാവശ്യമായ ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊടുക്കാനോ ഭരണകൂടം തയ്യാറാവുന്നതിന് പകരം T ഉണ്ണികൃഷ്ണൻ, A സോമൻ, M രാജൻ, P സുമിത ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓങ്ങല്ലൂരിൽ നടന്ന മനുഷ്യചങ്ങല CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. TV ഗിരീഷ്, M രാമചന്ദ്രൻ, MR ജയശങ്കർ, C ജയപ്രകാശ്, M ഉഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.